Hello, dear students. Now we'll have a quick revision on an important topic which is reverse charge mechanism. So, examine 4 to 5 marks in the weightage വരുന്ന ഒരു ടോപ്പിക്കാണ് റിവേഴ്സ് ചാർജ്. ഒന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ റിവേഴ്സ് ചാർജിന് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യനിൽ അതിലൊരു ഒന്നോ രണ്ടോ അഡ്ജസ്റ്റ്മെന്റ് റിവേഴ്സ് ചാർജിൽ വരാറുണ്ട്. ഓക്കെ, സോ വിൽ ഹാവ് എ ക്വിക്ക് റിവിഷൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സാമിന് റിവേഴ്സ് ചാർജ് വരുമ്പോൾ കോട്ട് ചെയ്യേണ്ട സെക്ഷൻ ഏതാ? 9 സബ്സെക്ഷൻ 3 ഓഫ് CGST ആക്ട്, നോട്ടിഫിക്കേഷൻ നമ്പർ 13/2017. ഇതാണ് കോട്ട് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ കോട്ട് ചെയ്യാൻ ശ്രമിക്കുക എക്സാമിന്. സെക്ഷൻ കോട്ട് ചെയ്താലും കുഴപ്പമില്ല, നോട്ടിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് വരെ 13/2017. യെസ്. ഇനി കൺസെപ്റ്റ് ഓഫ് റിവേഴ്സ് ചാർജിൽ ഒരു പെട്ടെന്ന് പറഞ്ഞു പോകണമെങ്കിൽ എന്തായിരിക്കും? ജനറലി GST ഈസ് കളക്റ്റഡ് ആൻഡ് പെയ്ഡ് ബൈ സപ്ലയർ. നോട്ടിഫൈഡ് സർവീസ് ആണ് 9 സബ്സെക്ഷൻ 3 വരുന്ന നോട്ടിഫൈഡ് സർവീസ് ആണെങ്കിൽ ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ഹും? റെസിപ്പിയന്റ്. ബേർഡൻ ഇസ് ഷിഫ്റ്റഡ് ഫ്രം സപ്ലയർ ടു ആർക്കാം? റെസിപ്പിയന്റ്. നമുക്കറിയാം സാധാരണ സപ്ലയറിലെ ടാക്സ് കളക്ട് ചെയ്ത് ഗവൺമെന്റ് കഴിക്കാം. റിവേഴ്സ് ചാർജിൽ നോട്ടിഫൈഡ് സർവീസിന് റെസിപ്പിയന്റ് ഹാസ് ടു പേ ഡയറക്ട്ലി ടു ഗവൺമെന്റ്. അങ്ങനെ എത്ര സർവീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്? ഏകദേശം 17 സർവീസ് അല്ലേ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം. സപ്ലയർ, റെസിപ്പിയന്റും കണ്ടീഷനും. ചിലപ്പോൾ ഈ കേസിൽ മാത്രമേ റിവേഴ്സ് ചാർജ് വരുമെന്ന് പറയും. അപ്പോൾ അത് ഞാൻ കണ്ടീഷനായിട്ട് വെച്ചിട്ടുണ്ട്. എക്സാമിനും ഈ കണ്ടീഷൻസ് ആണ് കൂടുതൽ ടെസ്റ്റ് ചെയ്യുക. റെഡി? ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഇൻഷുറൻസ് ഏജന്റ്. ഇൻഷുറൻസ് ഏജന്റ്, എക്സാമ്പിൾ LIC ഏജന്റ് ടു LIC ആണെങ്കിൽ GST ഹാസ് ടു ബി പെയ്ഡ് ബൈ LIC. അതായത് ഇൻഷുറൻസ് കമ്പനി ഹാസ് ടു പേ ദ ടാക്സ്. ലൊക്കേറ്റഡ് ഇൻ എവിടെയാ? ടാക്സബിൾ ടെറിട്ടറി പറഞ്ഞാൽ ഇന്ത്യ. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ. ഓക്കെ, സോ ഇൻഷുറൻസ് ഏജന്റിന്റെ ടേൺ ഓവർ, പ്രീവിയസ് ഇയർ ടേൺ ഓവർ, കറണ്ട് ഇയർ ടേൺ ഓവർ, രജിസ്ട്രേഷൻ അത് നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ഹും? റെസിപ്പിയന്റ്, വിച്ച് ഇസ് ഇൻഷുറൻസ് കമ്പനി. ഫസ്റ്റ് വൺ ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ സർവീസാണ് റിക്കവറി ഏജന്റ്. പറയാറില്ലേ ക്ലാസ്സിലല്ലേ, ഗുണ്ട കൊട്ടേഷൻ ടീംസിന് വേറൊരു പേരാണ് റിക്കവറി ഏജന്റ്. റിക്കവറി ഏജന്റ് സർവീസ് ആണെങ്കിൽ 3 കാറ്റഗറി വന്നാൽ മാത്രമേ റിവേഴ്സ് ചാർജ് വരുള്ളൂ. ആരൊക്കെയാ? ബാങ്ക്, NBFC, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്ലസ് ഒരു കണ്ടീഷൻ കൂടെ, ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. അത് പിന്നെ അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ. അമേരിക്കത്തെ റിക്കവറിക്ക് ഇവിടുന്ന് ആൾക്കാരെ ഏജന്റ് പോകാറില്ലല്ലോ അല്ലേ. സോ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ ബാങ്കിങ് കമ്പനി, ഇന്ത്യൻ ബാങ്കിങ് കമ്പനി, NBFC, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് മാത്രമേ റിവേഴ്സ് ചാർജ് വരൂ. സോ റിക്കവറി ഏജന്റ് ടു ICICI ബാങ്ക്, മണപ്പുറം, KSFE അവർക്കൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. റിക്കവറി ഏജന്റ് ടു ജ്വല്ലറി കമ്പനി വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഡീലർ, ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. ഏജന്റ് ഹാസ് ടു പേ GST. ക്ലിയർ? അപ്പോൾ ഈ 3 സ്പെസിഫൈഡ് ആൾക്കാർക്ക് മാത്രമേ റിവേഴ്സ് ചാർജ് വരുള്ളൂ എന്ന് ഓർത്ത് വയ്ക്കാം. യെസ്. മൂന്നാമത്തെ കേസ് ഏതായിരുന്നു? മെമ്പേഴ്സ് ഓഫ് ഓവർസീയിങ് കമ്മിറ്റി ടു ആർക്കാ? RBI. സോ RBIയുടെ ഒരു അഡ്വൈസറി ബോർഡാണ്, ഒരു ഗ്രൂപ്പാണ് ഓവർസീയിങ് കമ്മിറ്റി. ഒരു 5 to 6 മെമ്പേഴ്സ് വരുന്ന കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി സർവീസ് പ്രൊവൈഡഡ് ടു ആർക്കാ? RBI ആണ്. ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ആരാ? RBI. ചാൻസിലെ മൂന്നാമത്തെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. RBI ടാക്സ് അടയ്ക്കുന്നില്ലേ, അത് വിട്ടേക്കും. അടുത്തതാണ് ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റ്. ഇവരുടെ ജോലി എന്തൊക്കെയായിരുന്നു? ഞാൻ പറഞ്ഞത് കാർഡുകളൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം ക്യാൻവാസ് ചെയ്യുന്ന, ബാങ്കിന് വേണ്ടി ക്യാൻവാസ് ചെയ്യുന്ന ഏജന്റാണ് ആരാ? ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റ്. ഇവർ സർവീസിന് ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ബാങ്ക് ഓർ NBFC. അപ്പോൾ ഇവിടെ 3 കാറ്റഗറിയിൽ 2 കാറ്റഗറികൾ ആരൊക്കെയാ? ബാങ്കും NBFC. പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, ഇൻഡിവിജ്വൽ DSC ആയിരിക്കണം, എക്സെപ്റ്റ് ഒരു ഫേമും ബോഡി കോർപ്പറേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ ഓർത്ത് വെച്ചാൽ 2 കണ്ടീഷൻ ഏതൊക്കെയാണ്? സപ്ലയർ, ബോഡി കോർപ്പറേറ്റ്, ഫേം ഒന്നും ആവാൻ പാടില്ല. ആരായിരിക്കണം? ഇൻഡിവിജ്വൽ ആയിരിക്കണം. റെസിപ്പിയന്റ് ആരായിരിക്കണം? ബാങ്ക് ഓർ NBFC ആയിരിക്കണം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും അവിടെ പറയുന്നില്ല, ബാങ്ക് ഓർ NBFC ആയിരിക്കണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ക്ലാസ് പറഞ്ഞ സുജിത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റ് എങ്കിൽ അവരിന് ടാക്സ് അടയ്ക്കണം ഫോർവേഡ് ചാർജിൽ. മിസ്റ്റർ സുജിത്ത് ആയിരുന്നെങ്കിൽ റിവേഴ്സ് ചാർജ് വന്നേനെ. ഓക്കെ അല്ലേ? യെസ്. നൗ ഫിഫ്ത്ത് പോയിന്റ് ഡീൽസ് വിത്ത് ബിസിനസ് ഫെസിലിറ്റേറ്റർ. അറിയാലോ, ബാങ്കിന് വേണ്ടിയിട്ട് തന്നെ കൂടുതൽ വർക്ക് ചെയ്യുക, ഈ സൈൻ ചെയ്യാനും ഡോക്യുമെന്റ്സ് കൊടുക്കാനും ഒപ്പിടാനൊക്കെ ഇല്ലേ, ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ബിസിനസ് ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്റർ സർവീസിൽ നോക്കേണ്ട ഒരേ ഒരു ഫാക്ടർ എന്താ? ബാങ്ക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, റിക്കവറി ഏജന്റ് 3 ആൾക്കാർ, ബാങ്ക്, NBFC, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റ് ആയപ്പോൾ ബാങ്കും NBFC മാത്രമേ. ഫെസിലിറ്റേറ്റർ ആയപ്പോൾ ഒറ്റ ആൾ മാത്രം ആരാ? ബാങ്ക് മാത്രം. ഓർത്ത് വയ്ക്കാം. ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. സോ ബിസിനസ് ഫെസിലിറ്റേറ്റർ ടു NBFC ആണെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. ഓർത്ത് വെച്ചോളൂ, അങ്ങനെയും വരാം. ഇതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഓർത്ത് വെച്ചോളൂ. റെഡി? ഓക്കെ, ഫെസിലിറ്റേറ്റർ. അടുത്ത ടീമാണ് ബിസിനസ് കറസ്പോണ്ടന്റ്. അറിയാലോ, ബിസിനസ് കറസ്പോണ്ടിൽ തന്നെ കറസ്പോണ്ടന്റ് ടു ബാങ്ക് ഇസ് ഓൾവേസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്.
കറസ്പോണ്ടന്റ് കുറച്ചുകൂടി ഹയർ ലെവൽ ജോബാണ്. കറസ്പോണ്ടന്റ് ചെയ്യുന്ന ജോലി കറസ്പോണ്ടന്റിന് ടാക്സ് സാധനം അടയ്ക്കണം അല്ലേ? പക്ഷെ അയാൾക്ക് ഒരുപാട് ജോബ് അസൈൻ ചെയ്ത സമയത്ത് ആൾക്ക് വർക്ക് ചെയ്യാതെ വരും, എല്ലാം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായ സമയത്ത് അയാൾക്ക് ഏജൻസിനെ അപ്പോയിന്റ് ചെയ്യാം. സോ ഏജന്റ് വർക്കിംഗ് ഫോർ എ ബിസിനസ് കറസ്പോണ്ടന്റ്, ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ ആരാ? ബിസിനസ് കറസ്പോണ്ടന്റ്. വിത്ത് കൊടുത്ത് സബ് കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ ആരടക്കണം? ആ മെയിൻ കോൺട്രാക്ടർ അല്ലേ, ബിസിനസ് കറസ്പോണ്ടന്റ് ഹാസ് ടു പേ GST, നോട്ട് ദ ഏജൻസ്. യെസ്. ഇനി ഇതിലൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് നോക്കാം. ഇതിലൊക്കെ റൂറൽ ഏരിയ ആണെങ്കിൽ കറസ്പോണ്ടന്റ് ആയിക്കോട്ടെ, ഫെസിലിറ്റേറ്റർ ആയിക്കോട്ടെ, ഏജന്റ് ആയിക്കോട്ടെ, ഇവർക്ക് റൂറൽ ഏരിയ ആണെങ്കിൽ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. അർബൻ ഏരിയയ്ക്ക് മാത്രമല്ലേ റിവേഴ്സ് ചാർജ് വരുള്ളൂ. യെസ്. അടുത്തത് മ്യൂസിക് കമ്പോസേഴ്സ്. ഞാൻ പറഞ്ഞു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ 3 ആൾക്കാർ മാത്രമായിരിക്കാം. മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്. ഈ പടം വരയ്ക്കുന്ന ആൾക്കാർക്കില്ലേ, അവിടുത്തെ കണ്ടീഷൻ എന്താ? ട്രാൻസ്ഫർ ഓഫ് കോപ്പിറൈറ്റ് ഉണ്ടാവണം. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിറൈറ്റ് ഇല്ലേ ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ ഷുഡ് ബി ഒറിജിനൽ വർക്ക്. റീമിക്സോ കോപ്പിയടിയോ ഒന്നും പാടില്ല അല്ലേ? ഒറിജിനൽ വർക്ക് തന്നെ ആയിരിക്കണം. ഒറിജിനൽ ലിറ്റററി മ്യൂസിക് വർക്ക് ഇല്ലേ തന്നെ ആയിരിക്കും. ഇത് മ്യൂസിക് വർക്കിൽ വരും. റെസിപ്പിയൻ ഷുഡ് ബി മ്യൂസിക് കമ്പനി ഓർ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ ഈ കണ്ടന്റ് എടുക്കുന്ന വ്യക്തിയില്ലേ, ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ കണ്ടന്റ് മേടിക്കുന്ന നാഷണൽ ജോഗ്രഫിക്ക് പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരെ വിളിക്കുന്നതാണ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസർ ഹാസ് ടു പേ ടാക്സ് അണ്ടർ RC, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസർ, മ്യൂസിക് കമ്പനി ഹാസ് ടു പേ ടാക്സ് അണ്ടർ RC, ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. നെക്സ്റ്റ് ഇതേ പ്രൊവിഷൻ റിപ്പീറ്റ് ആവുന്നുണ്ട് ആർക്കാ? സർവീസ് ബൈ ഓഥർ അല്ലേ, ഓഥർ. അപ്പോൾ അവിടുത്തെ സെയിം കണ്ടീഷൻ എന്താ? ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ വർക്ക്, ട്രാൻസ്ഫർ ഓഫ് കോപ്പിറൈറ്റ് ആയിരിക്കണം, ഒറിജിനൽ വർക്ക് ആയിരിക്കണം, അതായത് ന്യൂ ലിറ്റററി വർക്ക് ആയിരിക്കണം. ട്രാൻസ്ലേഷൻസ് ഒന്നും റിവേഴ്സ് ചാർജിൽ വരില്ല. റെസിപ്പിയൻ ഷുഡ് ബി ആരായിരിക്കണം? പബ്ലിഷർ ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. സോ ചേതൻ ഭഗത് എക്സാമ്പിൾ റൈറ്റിംഗ് എ നോവൽ ആൻഡ് പബ്ലിഷ്ഡ് ബൈ രൂപ പബ്ലിക്കേഷൻ ആണെങ്കിൽ രൂപ പബ്ലിക്കേഷൻ ഹാസ് ടു പേ ടാക്സ് ഓൺ ദ റോയൽറ്റി പെയ്ഡ് അല്ലേ? ഇത് നമുക്കറിയാം. ചേതൻ ഭഗതിന് ഒരേ നിർബന്ധം വെച്ചുള്ളൂ, ഞാൻ തന്നെ ടാക്സ് അടയ്ക്കും, എനിക്ക് തന്നെ ഫോർവേഡ് ചാർജിൽ അടയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഹി മേ ഡൂ സോ ബിക്കോസ് ഓഥർ ഹാസ് ബീൻ ഗിവൺ എൻ ഓപ്ഷൻ. ഈ ഓപ്ഷൻ പക്ഷേ മ്യൂസിക് കമ്പോസർക്കോ വേറെ മുകളിൽ പറഞ്ഞ കാറ്റഗറി ആർക്കില്ല. ഇനി വരുന്ന കുറച്ച് പേർക്കുണ്ട്. ഓഥർക്ക് ഫോർവേഡ് ചാർജിൽ ടാക്സ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഹാസ് ടു ടേക്ക് രജിസ്ട്രേഷൻ, ഹി ഹാസ് ടു മേക്ക് എ ഡിക്ലറേഷൻ ടു GST ഓഫീസർ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഓപ്ഷനിലേ മാറാൻ പറ്റില്ല. അടുത്തെന്താ? ഹി ഹാസ് ടു ഡിക്ലെയർ ദാറ്റ് ഹി ഈസ് പേയിങ് ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ് ഇൻ ദ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ഹിം. സോ ഒരു 1 crore ആണ് നമ്മുടെ ചേതൻ ഭഗതിൻ്റെ ഇൻവോയ്സ് എങ്കിൽ 1 crore പ്ലസ് GST ചാർജ് ഇല്ലേ, ആ ഇൻവോയ്സ് തന്നെ മെൻഷൻ ചെയ്യണം, ഐ എം പേയിങ് ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്, ഐ ഹവ് ടേക്കൺ ദിസ് ഓപ്ഷൻ. നോട്ട് ടെൽ മീ ചേതൻ ഭഗത് 1 crore മാത്രം ബില്ല് ഇഷ്യൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫോർവേഡ് ചാർജിൽ അടയ്ക്കുന്നില്ലെങ്കിൽ ഓബ്വിയസ്ലി ടാക്സ് ഹാസ് ടു ബി പെയ്ഡ് ബൈ റെസിപ്പിയൻ പബ്ലിഷർ. ഓക്കെ. സോ ഈ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ ഒറിജിനൽ വർക്ക് എന്നുള്ള കോൺസ്റ്റൻ്റ് സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഇന്ത്യൻ പബ്ലിഷിംഗ് കമ്പനി, ഫോറിൻ പബ്ലിഷിംഗ് കമ്പനി. ഫോറിൻ ആണെങ്കിൽ റിവേഴ്സ് ചാർജ് വരില്ല. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നോക്കേണ്ട കീ ഫാക്ടർ. ട്രാൻസ്ഫർ ഓഫ് കോപ്പിറൈറ്റിനായിരിക്കണം കേട്ടോ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് സർവീസ് ഡീൽസ് വിത്ത് അഡ്വക്കേറ്റ് അല്ലേ? അഡ്വക്കേറ്റിന് പല കാറ്റഗറി ഞാൻ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്, സീനിയർ അഡ്വക്കേറ്റ് അല്ലേ? പിന്നെ ആർബിട്രൽ ട്രൈബ്യൂണൽ സെപ്പറേറ്റ് കാറ്റഗറി. ഓക്കെ. ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റ്, സീനിയർ അഡ്വക്കേറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഓൾമോസ്റ്റ് പ്രൊവിഷൻസ് ഒക്കെ സെയിം ആണ് അല്ലേ? ഇത് എക്സംഷൻ പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞു ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അഡ്വക്കേറ്റ് ടു അഡ്വക്കേറ്റിൻ്റെ അഡീഷണൽ എക്സംഷൻ ആർക്ക് കിട്ടും? ഇൻഡിവിജ്വൽ അഡ്വക്കേറ്റിന് കിട്ടും അല്ലേ? നോട്ട് മീ അഡ്വക്കേറ്റ് ഈസ് പ്രൊവൈഡിങ് സർവീസസ് ടു ടാറ്റ വെച്ചോളൂ. ടാറ്റ എന്നുള്ള കമ്പനിക്ക് അഡ്വക്കേറ്റ് ഈസ് പ്രൊവൈഡിങ് സർവീസ് എങ്കിൽ റിവേഴ്സ് ചാർജ് വരും. അവിടെ നോക്കേണ്ട ഫാക്ടർ പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഓഫ് ബിസിനസ് എൻറ്റിറ്റിയാണ് നോക്കേണ്ടത്. കണ്ടീഷൻ എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ് സർവീസസ് ഷുഡ് ബി ടു എ ബിസിനസ് എൻറ്റിറ്റി ആൻഡ് പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഓഫ് ബിസിനസ് എൻറ്റിറ്റി ഷുഡ് ബി മോർ ദാൻ രജിസ്ട്രേഷൻ ലിമിറ്റ്. സോ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 40 lakhs, സർവീസ് ആണെങ്കിൽ എത്രയായിരിക്കണം? 20 lakhs ആയിരിക്കണം. പ്രീവിയസ് ഇയർ ടേൺ ഓവർ ക്രോസ് ചെയ്തിട്ടുണ്ടോ നോക്കണം. കറണ്ട് ഇയർ ടേൺ ഓവറും കറണ്ട് ഇയർ രജിസ്ട്രേഷൻ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എക്സാം ക്വസ്റ്റനിൽ അഡ്വക്കേറ്റ് സർവീസ് റിസീവ് കണ്ടുകഴിഞ്ഞാൽ നേരെ എന്ത് നോക്കുക? കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ നോക്കുക. ഇനി കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ തന്നിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ദാൻ, അതായത് ബിസിനസ് എൻറ്റിറ്റി എന്നുള്ള രീതിക്ക് തന്നെയല്ലേ റിവേഴ്സ് ചാർജ് ഹാസ് ടു ബി അപ്ലൈഡ്. കാരണം ലോയിൽ പറയുന്നത് പ്രീവിയസ് ഇയർ ടേൺ ഓവർ ലെസ് ആണെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ ടേൺ ഓവർ ലെസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രീവിയസ് ഇയർ ടേൺ ഓവർ തന്നിട്ടില്ലെങ്കിൽ റിവേഴ്സ് ചാർജ് എടുക്കുന്നതാണ് കറക്റ്റ്. ICAI ടെക്സ്റ്റ് ബുക്കിലും അവർ അങ്ങനെ സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി ഇതേ പ്രൊവിഷൻ എവിടെയും കൂടി റിപ്പീറ്റ് ആവുന്നുണ്ട്. ആർബിട്രൽ ട്രൈബ്യൂണൽ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഹരീഷ് സാൽവെ
സീനിയർ അഡ്വക്കേറ്റുമാണ്. പിന്നെ പുള്ളിക്കില്ലേ സ്വന്തമായിട്ടൊരു ആർബിട്രൽ ട്രൈബ്യൂണലുണ്ട് ഈ കോർപ്പറേറ്റ് കേസസ് ഒക്കെ ഡീൽ ചെയ്യാൻ. പേറ്റൻറ്റും അങ്ങനത്തെ കേസൊക്കെ ഇല്ലേ, ഔട്ട് ഓഫ് ദ കോർട്ടില്ലേ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. സോ ആർബിട്രൽ ട്രൈബ്യൂണൽ സർവീസസ് ബൈ ഹരീഷ് സാൽവേ ടു റിലയൻസ് ആണെങ്കിൽ സെയിം പ്രൊവിഷൻ. ബിസിനസ് എൻറ്റിറ്റി പ്രീവിയസ് ടേൺ ഓർ എക്സീഡ്സ് രജിസ്ട്രേഷൻ ലിമിറ്റ്. സോ റിലയൻസ് ഹാസ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ക്ലിയർ? സോ ആർബിട്രൽ ട്രൈബ്യൂണൽ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അഡ്വക്കേറ്റും ഓൾമോസ്റ്റ് സിമിലർ, പ്രൊവിഷൻസ് സിമിലർ ആണ് റിവേഴ്സ് ചാർജിൻ്റെ. നെക്സ്റ്റ് വിൽ ബി ഡീലിംഗ് വിത്ത് ഡയറക്ടർ സർവീസസ്. നമുക്കറിയാം ഡയറക്ടേഴ്സ് തന്നെ ശ്രദ്ധിക്കേണ്ടത് പല കാറ്റഗറി ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെ? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ. ഹോൾ ടൈം ഡയറക്ടർ വിൽ ബി ട്രീറ്റഡ് ആസ് എൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. അറിയാലോ, എംപ്ലോയി ആണെങ്കിൽ ഷെഡ്യൂൾ 3 പ്രകാരം സപ്ലയർ അടയ്ക്കേണ്ട, റിസീവർ അടയ്ക്കേണ്ട, റെസിപ്പിയൻ്റ് അടയ്ക്കേണ്ട GST ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഇറ്റ് ഈസ് നോൺ സപ്ലൈസ് ഷെഡ്യൂൾ 3. സർവീസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ ഇൻ ദ കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. GST ഇല്ല. അതർ ഡയറക്ടേഴ്സ് ഉണ്ടാവില്ലേ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സോ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവില്ലേ, അവർ കമ്പനിയുടെ എംപ്ലോയി അല്ല. അങ്ങനത്തെ സർവീസസിന് മാത്രമാണ് എന്ത് വരിക? റിവേഴ്സ് ചാർജ് വരിക. കമ്പനി ഹാസ് ടു പേ ടാക്സ്. കമ്പനിയിൽ 10 ഡയറക്ടേഴ്സിൽ 2 ഡയറക്ടേഴ്സില്ലേ സാലറി എന്ന രീതിക്കാണ് 192 എന്നുള്ള TDS പിടിച്ചിട്ടില്ലേ, സാലറി ഇൻകം ടാക്സ് ഇല്ലേ, 192 എന്നുള്ള സെക്ഷനിലാണ് TDS പിടിക്കുന്നതെങ്കിൽ സാലറി, അവർക്ക് റിവേഴ്സ് ചാർജ് വരില്ല. 194J പ്രൊഫഷണൽ സർവീസ് ആയിട്ട് കണക്കാക്കുന്നെങ്കിൽ കമ്പനി ഹാസ് ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. അടുത്തത് സെക്യൂരിറ്റി സർവീസസ്. ഫോർ എക്സാമ്പിൾ ഈ ബാങ്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ലുലു മോളിനൊക്കെ വേണ്ടിയിട്ടില്ലേ സെക്യൂരിറ്റി ഏജൻസി ഉണ്ടാവില്ല, ഒരു ഏജൻസിനെ ഏൽപ്പിക്കും. അവർ 50-100 പേരില്ലേ സെക്യൂരിറ്റി സ്റ്റാഫിനെ കൊണ്ടുവരും. ലുലു എന്ത് ചെയ്യും? നേരെ ഏജൻസിക്ക് പൈസ കൊടുക്കും. ഈ ഏജൻസി ഫോർ എക്സാമ്പിൾ ABC ഫേം വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി സർവീസസ് ഇസ് ഓൾസോ ടാക്സബിൾ ഇൻ റിവേഴ്സ് ചാർജ്. പക്ഷേ 2 കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? സപ്ലയർ ബോഡി കോർപ്പറേറ്റ് ആവാൻ പാടില്ല. സപ്ലയർ ബോഡി കോർപ്പറേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ABC പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ഫോർവേഡ് ചാർജ്, പാർട്ട്ണർഷിപ്പ് ഫേമോ ഇൻഡിവിജ്വലൊക്കെ ആണെങ്കിൽ റിവേഴ്സ് ചാർജ് വരാം. പക്ഷേ രണ്ടാമത്തെ കണ്ടീഷൻ റെസിപ്പിയൻ ഷുഡ് ബി രജിസ്റ്റേർഡ്. റെസിപ്പിയൻ ഷുഡ് ബി രജിസ്റ്റേർഡ്. അവിടെ പ്രീവിയസ് ഇയർ ടേൺ ഓർ കറണ്ട് ഇയർ ടേൺ ഓർ നോക്കേണ്ട ആവശ്യമില്ല, രജിസ്ട്രേഷൻ ഉണ്ടോ നോക്കണം. ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. ഒരു ഫാക്ടർ കൊണ്ട് നോക്കണം എന്താ? സെക്ഷൻ 10 ഓർ സെക്ഷൻ 51 പ്രകാരം, 51 എന്താ TDSും, സെക്ഷൻ 10 എന്താ കോമ്പോസിഷൻ. 51 or 10 പ്രകാരം രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡീംഡ് ആസ് അൺരജിസ്റ്റേർഡ് പോലെ തന്നെ കണക്കാക്കും. ഫോർവേഡ് ചാർജ് വിൽ ബി അപ്ലിക്കബിൾ. എഫക്റ്റീവ്ലി സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡഡ് ടു സെക്ഷൻ 9 രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ, സെക്ഷൻ 9 രജിസ്റ്റേർഡ് പേഴ്സൺ മാത്രമായി എന്ത് വരുള്ളൂ? റിവേഴ്സ് ചാർജ് വരുള്ളൂ. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഈ 2 ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 51ഉം സെക്ഷൻ 10നും റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആയിട്ട് കണക്കാക്കില്ല. ഈ 2 51, 10 പ്രകാരം രജിസ്റ്റേർഡ് ആണെങ്കിലും ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് രജിസ്റ്റേർഡ് പേഴ്സൺ, ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് സെക്യൂരിറ്റി. ഓക്കെ, യെസ്. നെക്സ്റ്റ് സർവീസ് ഡീൽസ് വിത്ത് റെൻറ്റിങ് ഓഫ് എനി മോട്ടോർ വെഹിക്കിൾ. സോ നിങ്ങൾക്കറിയാം കോർപ്പറേറ്റ് കമ്പനീസിനൊക്കെ ഇല്ലേ, ഇൻഫോസിസ്, TCS, വിപ്രോയ്ക്കൊക്കെ നിങ്ങൾ ബസ്സൊക്കെ ഉണ്ടാവില്ല, കാറും ബസ്സൊക്കെ ഇല്ലേ, വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ എംപ്ലോയീസിന് ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിനും റിവേഴ്സ് ചാർജ് വരാം. അപ്പോൾ ബസ് ഓണർ നീഡ് നോട്ട് പേ GST, ദറ്റ് IT കമ്പനി ഹാസ് ടു പേ GST. അവിടെ 4 കണ്ടീഷൻ എന്തായിരിക്കും? സപ്ലയർ ഷുഡ് നോട്ട് ബി എ ബോഡി കോർപ്പറേറ്റ്, ഏതാ നമ്മൾ സെക്യൂരിറ്റിയിൽ പഠിച്ച അതേ കണ്ടീഷൻ. റെസിപ്പിയൻ ഷുഡ് ബി ആരാ? ബോഡി കോർപ്പറേറ്റ്. സപ്ലയർ 12% FCMൽ ടാക്സ് അടയ്ക്കാൻ പാടില്ല. അതായത് ഓതർക്കുള്ള അതേ കണ്ടീഷൻ, അതേ ഓപ്ഷൻ റെൻറ്റിങ്ങിനുണ്ട്, മോട്ടോർ വെഹിക്കിളിനുണ്ട്. സോ സപ്ലയർ ഫോർവേഡ് ചാർജിൽ ടാക്സ് അടച്ചില്ലെങ്കിൽ മാത്രമേ റെസിപ്പിയൻ എന്ത് വരുള്ളൂ? റിവേഴ്സ് ചാർജ് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പ്ലസ് കോസ്റ്റ് ഓഫ് ഫ്യൂൽ ഉണ്ടാവില്ലേ, അത് ഫ്യൂൽ അടിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായിരിക്കണം? സപ്ലയർക്കായിരിക്കണം. ഫുൾ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് ഓടണം. റെസിപ്പിയൻറ്റിന് അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൺ ഹയറില്ലേ, വാടകയ്ക്ക് എടുക്കില്ലേ, റെൻ്റ് കാർ പോലെ എടുക്കില്ലേ, അങ്ങനെ എടുക്കാൻ പാടില്ല, അത് പറ്റില്ല. റെൻ്റ് കാർ നമ്മൾ സാധാരണ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ അടിക്കേണ്ടി വരിക, അത് റിവേഴ്സ് ചാർജിൽ വരില്ല. അപ്പോൾ നമ്മൾ ടൂർ പോകണമെങ്കിൽ ഒരു ബസ്സിന് നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ അവർ എണ്ണ അടിച്ചിട്ട് വരില്ല, നമ്മൾ കിലോമീറ്റർ ട്രാവൽ കൊടുക്കില്ലേ, അത് മാത്രമാണ് സാധാരണ എന്ത് വരിക? റിവേഴ്സ് ചാർജിൽ വരിക. ഓക്കെ ഫൈൻ. സോ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വിൽ ഡീൽ വിത്ത് സ്പോൺസർഷിപ്പ് സർവീസസ്. നമുക്കറിയാലോ ഈ ഇവൻറ്റുമായി ബന്ധപ്പെട്ടില്ലേ, അവാർഡ് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് സ്പോൺസേർഡ് ബൈ എന്നുള്ള കമ്പനി ഉണ്ടാവില്ലേ. സോ ഹൂ ഇസ് എ സപ്ലയർ, ഹൂ ഇസ് എ റെസിപ്പിയൻറ്റ്, അത് എപ്പോഴും സ്ഥിരം ഡൗട്ട് വരുന്നതാണ്. ഇവൻറ്റ് നടത്തുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഇവൻറ്റ് നടത്തിയിട്ട് ആ സ്പോൺസർഷിപ്പ് ഇൻകം കിട്ടുന്ന ആൾക്കാരാണ് സപ്ലയർ. സപ്ലയർ ക്യാൻ ബി എനി പേഴ്സൺ. എക്സാമ്പിൾ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ ഏഷ്യാനെറ്റ് വിൽ ബി ദ സപ്ലയർ. ബ്രാൻഡ് ഓണേഴ്സ് ഉണ്ടാവില്ലേ, നിറബറ, ഉജാല, അവരൊക്കെയാണ് റെസിപ്പിയൻറ്റ്. അപ്പോൾ കണ്ടീഷൻ എന്താ?
Supplier can be any person. Okay. Recipient should be a body corporate or a partnership firm, including LLP. LLP firm ആയിട്ട് കണക്കാക്കുള്ളൂ. പ്ലസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി. അപ്പോൾ രണ്ട് കണ്ടീഷൻ, ഒന്നില്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കണം, പ്ലസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി ആയിരിക്കണം. ഇവിടെയും ശ്രദ്ധിക്കുക, സ്പോൺസർഷിപ്പിന് പ്രീവിയസ് ഇയർ ടേൺ ഓവറോ കറണ്ട് ഇയർ ടേൺ ഓവറോ അതേപോലെ കറണ്ട് ഇയർ രജിസ്ട്രേഷനോ ഒന്നും നിർബന്ധമല്ല. അപ്പോൾ നിങ്ങളൊരു ABC എന്ന് പുതിയൊരു കമ്പനി തുടങ്ങിയ ഫസ്റ്റ് ഡേ എന്ത് ചെയ്തു, നിങ്ങൾക്കൊരു ബ്രാൻഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ഇതിൻ്റെ ചാനലിൽ ZTVയുടെ ഏതെങ്കിലും ചാനലിലെ ഒരു പ്രോഗ്രാമിൽ സ്പോൺസർഷിപ്പ് കൊടുത്തു. സ്പോൺസേഡ് ബൈ ABC ലിമിറ്റഡ് എന്ന് അവർ പറയാൻ തുടങ്ങി വെച്ചോളൂ, അതിന് പൈസയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ചാർജ് വിൽ ബി അപ്ലിക്കബിൾ. യു ഹാവ് ടു ടേക്ക് രജിസ്ട്രേഷൻ, കമ്പൽസറി രജിസ്ട്രേഷൻ വരും, ബിക്കോസ് റെസിപ്പിയൻ്റ് ഇസ് എ ബോഡി കോർപ്പറേറ്റ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ അത് നോക്കേണ്ട ഫാക്ടറാണ്. ഇനി ശ്രദ്ധിക്കേണ്ടതാണ് ഗവൺമെൻറ് ലോക്കൽ അതോറിറ്റി സർവീസസ്. നമുക്കറിയാം ഗവൺമെൻറ് സർവീസസ് ടു ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ, എക്സാമ്പിൾ സെക്യൂരിറ്റി സർവീസസ് ബൈ കേരള പോലീസ് ടു ലുലു വെച്ചോളൂ. ലുലു ഹാസ് ടു പേ GST. പക്ഷേ അവിടെ നോക്കേണ്ടത് നമ്മൾ അഡ്വക്കേറ്റിൽ പഠിച്ച അതേ പോയിന്റ് ഏതാ, പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഷുഡ് എക്സീഡ് രജിസ്ട്രേഷൻ ലിമിറ്റ് ഓഫ് ദറ്റ് ബിസിനസ് എൻറ്റിറ്റി. സോ ബിസിനസ് എൻറ്റിറ്റി പ്രീവിയസ് ഇയർ ടേൺ ഓവർ ലെസ് ആണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ഒരു 5000 രൂപയുടെ ലിമിറ്റ് ഒക്കെ ഇല്ലേ, ഓർമ്മയുണ്ട്, 5000 രൂപയുടെ താഴെയാണെങ്കിലും എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇനി ശ്രദ്ധിക്കുക, ട്രാപ്പ് എന്നുള്ള 4 സർവീസസ് ഏതൊക്കെയായിരുന്നു? T, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ. R ഏതായിരുന്നു? റെയിൽവേയുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരുന്നില്ലേ, റെയിൽവേ സർവീസ് ഇല്ലേ, അതെ. A, എയർപോർട്ട് എയർക്രാഫ്റ്റ്. P ഏതായിരുന്നു? പോസ്റ്റ് ഓഫീസ് അല്ലേ, നമ്മൾ പറഞ്ഞ ട്രാപ്പ്. ഈ ട്രാപ്പ് സർവീസസ് ആർ ഓൾവേസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. ഗവൺമെൻറ് തന്നെ ടാക്സ് അടക്കില്ലേ. അപ്പോൾ അതിൽ റീസെൻ്റ് ആയിട്ട് വന്ന അമെൻമെൻറ്റ് ഏതായിരുന്നു? റെയിൽവേ, അറിയാലോ, റെയിൽവേ എന്നുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേ ഇല്ലേ, പണ്ട് റിവേഴ്സ് ചാർജ് ആയിരുന്നു, ഇപ്പോൾ ഇത് എടുത്ത് കളഞ്ഞു. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് സർവീസ് നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസൊക്കെ റിസീവ് ചെയ്യണമെങ്കിൽ റെയിൽവേ വിൽ പേ ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്, നോട്ട് ദ റെസിപ്പിയൻറ്റ്, ഈവൻ ഇഫ് ദിസ് ടേൺ ഓവർ പ്രീവിയസ് ടേൺ ഓവർ എക്സീസ് രജിസ്ട്രേഷൻ ലിമിറ്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഗവൺമെൻറ് സർവീസിൽ നോക്കേണ്ട മെയിൻ പോയിന്റ് പ്രീവിയസ് ഇയർ ടേൺ ഓവർ എക്സീഡ് ചെയ്തോ ഇല്ലയോ എന്ന് മാത്രമാണ്. ഗുഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് അബൌട്ട് റെൻറ്റിംഗ് ഓഫ് ബിൽഡിംഗ്. ഗവൺമെൻറ് ബിൽഡിംഗിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാടകയ്ക്ക് എടുക്കിച്ചു, CA പാസ്സായ ശേഷം വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ റെൻറ്റിംഗ് ഓഫ് ഇമ്മൂർ പ്രോപ്പർട്ടി, ഗവൺമെൻറ് ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിട്ടാണ് നിങ്ങൾ CA പ്രാക്ടീസ് തുടങ്ങുന്നതെങ്കിൽ നോക്കേണ്ട ഫാക്ടർ എന്താ? രജിസ്റ്റേർഡ് ആണോ അല്ലേ നോക്കണം. രജിസ്റ്റേർഡ് ആണോ അല്ലേ നോക്കണം. രജിസ്റ്റേർഡ് ആണെങ്കിൽ RC, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഫോർവേഡ് ചാർജ്. ഗവൺമെൻറ് വിൽ പേ ഇറ്റ്, അവിടെ എക്സംഷൻ ഒന്നുമില്ല. സോ ഗവൺമെൻറ് ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആകെ നോക്കേണ്ട ഫാക്ടർ എന്താ? കറണ്ട് ഇയർ ആൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലെന്ന് മാത്രം നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഒന്നും റിലവൻ്റ് അല്ല. ക്ലിയർ? അപ്പോൾ ആ നോക്കേണ്ട ഫാക്ടർ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. സോ ഗവൺമെൻറ് ബിൽഡിംഗ് വലിയ കമ്പനീസ് വാടക കൊടുത്താൽ അവർ ടാക്സ് അടയ്ക്കും. ചെറിയ കമ്പനീസിനാണ് വെച്ചുള്ളൂ. ഇപ്പോൾ തുടങ്ങിയ കമ്പനീസൊക്കെയാണ്, രജിസ്ട്രേഷൻ ഇല്ലാത്ത കമ്പനീസ് ആണെങ്കിൽ ഗവൺമെൻറ് വിൽ പേ ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്. ഉറപ്പല്ലേ? യെസ്, ഗുഡ്. അടുത്ത നോക്കേണ്ട മെയിൻ ഫാക്ടർ, ഇതൊരു അമെൻമെൻ്റ് ആയിട്ട് വന്നതാണ്, റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ്. നിങ്ങൾക്കറിയാമോ, റെസിഡൻഷ്യൽ ഡ്വെല്ലിംഗ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. സാധാരണ ആൾക്കാർക്ക് വാടക കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലിക്ക് ഇല്ലേ, നിങ്ങളുടെ ഒരു വീട് വാടക കൊടുക്കുക വെച്ചുള്ളൂ ഫാമിലിക്ക് താമസിക്കാൻ, അത് കിട്ടുന്ന റെൻറ്റിന് GST അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. റെൻറ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഫോർ റെസിഡൻഷ്യൽ യൂസ്. പക്ഷേ ഇതേ ഇതിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഇഫ് ഇറ്റ് ഈസ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ, എക്സാമ്പിൾ ട്രിപ്പിളേക്കാണ് നിങ്ങളുടെ വീടില്ലേ വാടക കൊടുക്കുള്ളൂ, ഫോർ ഫാക്കൽറ്റി സ്റ്റേയോ സ്റ്റാഫിൻ്റെ സ്റ്റേക്കൊക്കെ ഇല്ലേ ട്രിപ്പിളേക്കാണ് വാടക കൊടുക്കുന്നെങ്കിൽ റിവേഴ്സ് ചാർജ് വിൽ ബി അപ്ലിക്കബിൾ. രജിസ്റ്റേർഡ് പേഴ്സണലി ഹാസ് ടു പേ GST, അതായത് ട്രിപ്പിളേ ഹാസ് ടു പേ GST. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ബൈ മിസ്റ്റർ അൻവർ, രജിസ്റ്റേർഡ് പേഴ്സൺ, ബട്ട് ഐ എം യൂസിങ് ഇറ്റ് ഓൺലി ഫോർ മൈ പേഴ്സണൽ സ്റ്റേ, ഫാമിലിയൊക്കെ ആയിട്ടില്ലേ താമസിക്കുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഞാൻ ആ ബിൽഡിംഗ് വാടക എടുത്തിട്ട് എൻ്റെ ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചാർജ് വരും. ഫോർ എക്സാമ്പിൾ എൻ്റെ സ്റ്റാഫിൻ്റെ സ്റ്റേക്കോ അങ്ങനത്തെ ക്ലയൻറ്റ് മീറ്റിങ്ങിനൊക്കെയാണ് ആ ബിൽഡിംഗ് ഉപയോഗിക്കുന്നെങ്കിൽ RC വരും. പക്ഷേ ശ്രദ്ധിക്കുക, ഇഫ് ഇറ്റ് ഈസ് ഫോർ പേഴ്സണൽ സ്റ്റേ ആണെങ്കിൽ പിന്നെ ഗവൺമെൻറ് പറഞ്ഞു രജിസ്റ്റേർഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, എക്സംഷൻ തരാം. അത് സാധാരണ എപ്പോഴും വരിക, ഇൻഡിവിജ്വൽ ആണെങ്കിൽ മാത്രമല്ലേ വരിക, പ്രൊപ്പറേറ്റർഷിപ്പിലേ വരുള്ളൂ. കമ്പനിക്ക് വാടക കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും, അത് ഓൾവേസ് ബിസിനസ് യൂസ് ആയിരിക്കും, കാരണം കമ്പനിയുടെ സ്റ്റാഫിനോ ഡയറക്ടർക്കോ സ്റ്റേ ചെയ്യാനൊക്കെ ആയിരിക്കും. സോ കമ്പനി ഹാസ് ടു പേ GST. അപ്പോൾ എൻ്റെ എക്സാമ്പിൾ നേരത്തെ കേസിൽ ട്രിപ്പിളേ ഹാസ് ടു പേ GST അണ്ടർ റിവേഴ്സ് ചാർജ്. ക്ലിയർ? അവിടെ ഫേം ഇൻഡിവിജ്വൽ കമ്പനി ഒന്നും നോക്കേണ്ട ആവശ്യം, രജിസ്റ്റേർഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ. പ്രീവിയസ് ടേൺ ഓവർ റിലവൻ്റ് അല്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വരുന്ന 2 സർവീസസിൽ ഒന്നാണ് GTA. നമുക്കറിയാം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി.
ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യനിൽ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണ്ടോ ഇല്ലയോ നോക്കണം. കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ആളെ മാത്രമേ എന്ത് വിളിക്കുള്ളൂ? GTA. അവർക്ക് മാത്രമേ ടാക്സ് ഉള്ളൂ. കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് എഴുതണം? എക്സംപ്റ്റഡ് സപ്ലൈ 12/17 എഴുതണം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ റോഡിൽ കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂഡ് ആണോ ഇല്ലയോ എന്ന് ആദ്യം നോക്കണം. കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാത്ത ആളാണെങ്കിൽ എക്സംഷനും, ചെയ്യുന്ന ആളാണെങ്കിൽ റിവേഴ്സ് ചാർജ് വരും. ഇപ്പോൾ വലിയ ഈ VRL ലോജിസ്റ്റിക്സ് ഒക്കെ റിവേഴ്സ് ചാർജ് വരാം. പക്ഷേ റെസിപ്പിയൻ ഷുഡ് കം അണ്ടർ 7 നോട്ടിഫൈഡ് കാറ്റഗറി. ആരൊക്കെയായിരുന്നു? ഫാക്ടറി, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, രജിസ്റ്റേർഡ് പേഴ്സൺ, ബോഡി കോർപ്പറേറ്റ്, ഫേം, പിന്നെ ഏതാ? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഈ 7 കാറ്റഗറിയിൽ വന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? റിവേഴ്സ് ചാർജ്. Tell me, GTA is providing services to പഞ്ചായത്ത് വിച്ച് ഈസ് രജിസ്റ്റേർഡ് ഓൺലി ഫോർ സെക്ഷൻ 51. 51 പ്രകാരം രജിസ്റ്റേർഡ് ആണെങ്കിൽ അത് കണക്കാക്കില്ല, അൺരജിസ്റ്റേർഡ് പോലെ കണക്കാക്കും. യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ? അറിയാലോ. ഇപ്പോൾ ഈ 7 കാറ്റഗറി വന്നാൽ റിവേഴ്സ് ചാർജ്. 8ാമത്തെ ഒരാൾക്കാണെങ്കിൽ ശരിക്കും എന്ത് വരും? ഫോർവേഡ് ചാർജ് വരണം, പക്ഷേ ഗവൺമെൻറ് അതിന് എക്സംഷൻ കൊടുത്തു. ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു എൻ ഇൻഡിവിജ്വൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഒരു ഹൗസ് ഹോൾഡ് ഗുഡ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ ക്ലെയിം എക്സംഷൻ. ഓക്കെ, ഫൈൻ. നൗ GTAക്കും ഇതേപോലെ ഫോർവേഡ് ചാർജിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ കിട്ടിയിരിക്കുന്ന 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഓഥർ ഉണ്ട്, രണ്ടാമത്തെ റെൻറ്റിങ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ഇല്ലേ, മറ്റേ ബസ്സൊക്കെ വാടക കൊടുക്കുന്ന കേസില്ലേ, മൂന്നാമത്തെ കേസാണ് GTAക്കും 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, GTA FCMൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഫസ്റ്റ് ഡേ ടു ടേക്ക് രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ എന്തെങ്കിലും എടുക്കണം. പ്ലസ് അവർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിലും അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ട്രിപ്പിൾ ഫർണിച്ചർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു, VRL ലോജിസ്റ്റിക്സ്, GTA വെച്ചോളൂ. അവർ തരുന്ന ബില്ലിൽ 50,000 പ്ലസ് GST ഉണ്ട് വെച്ചോളൂ. എൻ്റെ അർത്ഥം അവർ ഓൾറെഡി ഫോർവേഡ് ചാർജ് അടയ്ക്കേണ്ടത്. അപ്പോൾ ട്രിപ്പിൾ പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. ട്രിപ്പിൾ GST ഉൾപ്പെടെയുള്ള പൈസ ഏജൻസിക്ക് കൊടുക്കുക, അതായത് GT കൊടുക്കുക. അവർ ദേ വിൽ പേ ദ ടാക്സ് ടു ഗവൺമെൻറ്. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കണം. GTAയുടെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അൺരജിസ്റ്റേർഡ് GTA വെച്ചോളൂ, GTAക്ക് രജിസ്ട്രേഷൻ ഇല്ല വെച്ചോളൂ. അപ്പോൾ പിന്നെ ഓബ്വിയസ്ലി റിവേഴ്സ് ചാർജ് വരില്ലേ? GTA 12% ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ റിവേഴ്സ് ചാർജ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ഫാക്ടർ ലെൻഡിങ് ഓഫ് സെക്യൂരിറ്റീസ്. ഇത് ഏറ്റവും അവസാനം സർവീസ് ആണ്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്കറിയാലോ, ഷെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓതറൈസ്ഡ് ഇൻ്റർമീഡിയറ്റിലൂടെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, സെയിൽ ഓഫ് ഷെയർസില്ലേ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ സപ്ലൈ. പക്ഷേ ലെൻഡിങ് ഓഫ് ഷെയർസ്, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു 1000 ഷെയർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഷഹീലിന് ബിസിനസ് തുടങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഷഹീലിന് വാടക കൊടുക്കാം. പക്ഷേ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്രൂവ്ഡ് ഇൻ്റർമീഡിയറ്റ് ജിയോജിറ്റ് സെറോദയിലൂടെ ഇല്ലേ ഒരു ലെൻഡിങ് സ്കീമുണ്ട്. ആ സ്കീമിലൂടെ എൻ്റെ ഷെയർസ് ഞാൻ എനിക്ക് ഷഹീലിന് വാടക കൊടുക്കാം. അങ്ങനെ ഷഹീൽ ഒരു ബിസിനസ് നടത്താൻ വെച്ചു, ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്താനാണ് ഷെയർസ് ഉപയോഗിക്കുന്നത്. വെച്ചത് ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ടില്ലേ, ബാങ്ക് ലോണൊക്കെ എടുക്കാനാണ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ലെൻഡർ GST അടയ്ക്കേണ്ട. ആരടയ്ക്കണം? ബോറോവർ ഹാസ് ടു പേ ടാക്സ്. ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് വൺ ടൈം വായിച്ചു വെച്ചാൽ മതി. നമ്മൾ റിവേഴ്സ് ചാർജിൻ്റെ മേജർ എല്ലാ 17 സർവീസ് ഇല്ലേ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തു. ഇനി വിൽ ഡിസ്കസ് വൺ ക്വസ്റ്റ്യൻ. ഇതെല്ലാം കൂടെ ഏകദേശം വരുന്ന ഒരു കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ കൂടി ഇല്ലേ കവർ ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ക്വിക്ക് സമ്മറി കിട്ടും. എന്തൊക്കെയാണ് എക്സാമിന് എഴുതേണ്ട മെയിൻ പോയിന്റ്സ് അല്ലേ? ഓക്കെ. നൗ വിൽ ഡിസ്കസ് എ കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ റിവേഴ്സ് ചാർജ്. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനില്ലേ വായിച്ചു നോക്കൂ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളില്ലേ മാർക്ക് ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ഫാക്ടർ ഏതൊക്കെയാണ് നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ സാഡ് ലിമിറ്റഡ് ആണ്, ബോഡി കോർപ്പറേറ്റ് ആണ് അല്ലേ. രണ്ടാമത്തെ ഫാക്ടർ എന്താ? രജിസ്റ്റേർഡും കൂടിയാണ്. കറണ്ട് ഇയർ രജിസ്റ്റേർഡ് ആണെന്നുള്ള ഫാക്ടറില്ലേ. പിന്നെ ഒരുപാട് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ടാക്സബിൾ വാല്യൂ ഇല്ലേ ആരുടെ? സാഡ് ലിമിറ്റഡിൻ്റെ ടാക്സബിൾ വാല്യൂ അണ്ടർ ഫോർവേഡ് ചാർജും റിവേഴ്സ് ചാർജും കണ്ടുപിടിക്കണം. ഓക്കെ, ഫൈൻ. പ്രീവിയസ് ടേം തന്നിട്ടുണ്ട്, ഇത് റിലവൻ്റ് ആണോ അല്ലയോ? സോർണോ? യെസ്. എക്സീഡ്സ് രജിസ്ട്രേഷൻ ലിമിറ്റ് അല്ലേ. ഇപ്പോൾ 3 ഫാക്ടർ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമില്ലേ, ഓരോ ഫാക്ടർ എന്തിനാണെന്നുള്ളത് ഓർത്തെടുത്ത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ അത് ഓടണം എപ്പോഴും. എന്തിനാണ് ഡാറ്റ തന്നിരിക്കുന്നില്ല, അത് ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യൻ ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കാം. ഒരു 5 മിനിറ്റ്സ് അല്ലേ, നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ടില്ലേ ക്വസ്റ്റിൻ്റെ ആൻസർ ഇല്ലേ എങ്ങനെ വരാമെന്ന് ജസ്റ്റ് റഫായിട്ട് നോട്ട്ബുക്കിലും ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ബേസിക് ഡാറ്റ ക്വസ്റ്റിൻ്റെ 8 പോയിന്റ്. ഇതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ട്, ഈ 2 ഡാറ്റയും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ സമ്മറൈസ് ചെയ്തിട്ട് ഒന്ന് നോക്കി വയ്ക്കാം. റെഡി?
കഴിഞ്ഞോ? യെസ്. ടോട്ടൽ വാല്യൂ ഉണ്ട്, ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്, റിവേഴ്സ് ചാർജ് കിട്ടിയോ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ ആൻസറും ഞാൻ ഡിസ്കസ് ചെയ്ത് നമ്മൾ മാച്ച് ആവുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അവസാനം പ്രസൻറ്റേഷൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓരോ പ്രൊവിഷൻ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ പ്രസൻറ്റേഷനിൽ എങ്ങനെ ആൻസർ എക്സാമിന് എഴുതണമെന്നില്ലേ ആ കണ്ടന്റും കാണിച്ചു തരാം ലാസ്റ്റിൽ. ഫസ്റ്റ് ഓഫ് ഓൾ മീ റിക്കവറി ഏജൻസി ടു NBFC റിവേഴ്സ് ചാർജ് എല്ലാവർക്കും അറിയാലോ. യെസ്. ആരടയ്ക്കണം? NBFC അടയ്ക്കണം, ഉറപ്പല്ലേ? റൂറൽ ഏരിയ, അർബൻ ഏരിയ റിക്കവറി ഏജൻസിയിൽ നോക്കേണ്ട ഫാക്ടർ അല്ല, അവിടെ എക്സംഷൻ കിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ അണ്ടർ ഏതാ വരിക? റിവേഴ്സ് ചാർജ്. ആരാ ടാക്സ് അടയ്ക്കുക? NBFC. അപ്പോൾ ശരിക്കും സാഡ് ലിമിറ്റഡിൻ്റെ ലയബിലിറ്റിയിൽ വരുമോ? ഇല്ല. സാഡ് ലിമിറ്റഡിൻ്റെ ലയബിലിറ്റിയിൽ നമ്മൾ കൂട്ടുന്നത്, ആ ലയബിലിറ്റിയിൽ വരില്ല. റിവേഴ്സ് ചാർജ് റെസിപ്പിയൻ്റ് അടയ്ക്കും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ NBFC ആണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ള പോയിൻ്റാണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ലയബിലിറ്റിയിൽ വരില്ല. അപ്പോൾ നമ്മൾ ടേബിൾ വണ്ണില്ല, അതായത് FCMൻ്റെ ടേബിൾ ഇല്ലേ, ഫോർവേഡ് ചാർജിൻ്റെ ടേബിൾ വരച്ചിട്ട് അതിൽ നില്ല കാണിക്കട്ടെ. ഞാൻ പ്രസൻറ്റേഷൻ കാണിച്ചുതരാം. രണ്ടാമത്തത് ബിസിനസ് ഫെസിലിറ്റേറ്റർ സർവീസസ് ടു ബാങ്ക് ആണെങ്കിൽ റിവേഴ്സ് ചാർജ് വരും, ഉറപ്പല്ലേ? പക്ഷേ ഇത് റൂറൽ ഏരിയ ആണ്, എക്സംഷൻ കിട്ടൂലേ? സോണോ റൂറൽ ഏരിയ ബ്രാഞ്ച് ഇല്ലേ, ആ അക്കൗണ്ടിന് റൂറൽ ഏരിയ ബ്രാഞ്ച് കണക്കാക്കാം. യെസ്, യു ക്യാൻ ക്ലെയിം എക്സംഷൻ. നോട്ടിഫിക്കേഷൻ നമ്പർ 12/17. മൂന്നാമത്തെ വെച്ചോക്കൂ, റിക്കവറി ഏജൻസി ടു മിസ്റ്റർ വട്ടിരാജ. റിക്കവറി ഏജൻസി RCMൽ വരണ്ടല്ലേ, പക്ഷേ ബാങ്ക് NBFC ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആയിരിക്കണ്ടേ? ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അതായത് വട്ടിരാജ പോലത്തെ മണി ലെൻഡർ ആണെങ്കിൽ ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്, ഉറപ്പല്ലേ? അപ്പോൾ അത് ആരടയ്ക്കണം? സാഡ് ലിമിറ്റഡ് അടയ്ക്കണ്ടേ? ലീഗൽ ഫീസ് ടു അഡ്വക്കേറ്റ് ബിസിനസ് കേസിന് ആയിരിക്കുമല്ലോ, കാരണം അങ്ങനെ തന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഓഫ് ദറ്റ് അഡ്വക്കേറ്റിൽ ഇസ് 5 lakhs. കമ്പനിയുടെ പേരിലാണല്ലോ അല്ലേ, ഇപ്പോൾ ബിസിനസ് കേസ് തന്നെയാണ്. പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഓഫ് ദറ്റ് അഡ്വക്കേറ്റ് ഇസ് 5 lakh. അത് നോക്കേണ്ട ആവശ്യമേ ഇല്ല, കാരണം റെസിപ്പിയൻ്റ്, അതായത് ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ നോക്കേണ്ടത്. ബിസിനസ് എൻറ്റിറ്റിയുടെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ ഇസ് ഹൗ മച്ച്? 45 lakhs. എക്സീഡ്സ് രജിസ്ട്രേഷൻ ലിമിറ്റ്, ഉറപ്പല്ലേ? ഗുഡ്സും സർവീസ് ആണെങ്കിൽ 20 lakhs ലിമിറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. അപ്പോൾ ആരടയ്ക്കണം? അഡ്വക്കേറ്റ് അല്ല അടയ്ക്കേണ്ടത്, സാഡ് ലിമിറ്റഡ് ഹാസ് ടു ബി അണ്ടർ റിവേഴ്സ് ചാർജ്, ഉറപ്പല്ലേ? പ്രൊവൈഡഡ് സ്പോൺസർഷിപ്പ് സർവീസസ് ടു ബിസിനസ് ഇവൻറ്റ് ഓൺഡ് ബൈ മിസ്റ്റർ ദീപക്. ബിസിനസ് എൻറ്റിറ്റി ഓൺഡ് ബൈ മിസ്റ്റർ ദീപക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക, ഇവൻറ്റ് നടത്തിയത് ആരായിരിക്കും? സാഡ് ലിമിറ്റഡ് ഒരു ഇവൻറ്റ് നടത്തി, അതിന് പൈസ കൊടുത്തു ദീപക്, എന്നിട്ട് പറഞ്ഞു എൻ്റെ സ്ഥാപനത്തിൻ്റെ ബോർഡൊക്കെ വെക്കാൻ പറഞ്ഞു. ടെൽ മീ ടാക്സബിൾ ആൻഡ് റിവേഴ്സ് ചാർജ് ഒരു ഫോർവേഡ് ചാർജ്. റിവേഴ്സ് ചാർജ് വരണമെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ണർഷിപ്പ് ഫേം ആയിരിക്കണ്ടേ റെസിപ്പിയൻ്റ്. ഇവിടെ അതല്ല കാറ്റഗറി, ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. അപ്പോൾ ഈ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, സാഡ് ലിമിറ്റഡ് അടയ്ക്കണം. ഗുഡ്. യെസ്. ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ്, അതിലത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ് മാത്രമേ റിവേഴ്സ് ചാർജിക്ക് പോകുള്ളൂ. ഇവിടെ സാഡ് ലിമിറ്റഡ് ഇസ് എ ബോഡി കോർപ്പറേറ്റ്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. പെയ്ഡ് റെൻറ്റ് ടു ട്രിവാൻഡ്രം കോർപ്പറേഷൻ വെച്ചുള്ളൂ ടു ഹെഡ് ഓഫീസ് ബിൽഡിംഗ്. സോ ഇവർ ബിൽഡിംഗ് കോർപ്പറേഷൻ ബിൽഡിംഗ് വാടക എടുത്തത് റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ടു രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ അത് മാത്രം നോക്കിയാൽ മതി. രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സാഡ് ലിമിറ്റഡ്. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ചാർജ് വിൽ ബി അപ്ലിക്കബിൾ. സോ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ടാക്സ് അടയ്ക്കേണ്ട, ആരടയ്ക്കണം? റെസിപ്പിയൻ വിൽ പേ ദ ടാക്സ് വിച്ച് ഇസ് സാഡ് ലിമിറ്റഡ്. ക്ലിയർ ആണോ? ഇനി അഡ്വർടൈസ്മെൻറ്റ് സർവീസസ്, റെയിൽവേ. ഞാൻ പറഞ്ഞു റെയിൽവേ അഡ്വർടൈസ്മെൻറ്റ് സർവീസസ് പണ്ട് റിവേഴ്സ് ചാർജിലായിരുന്നു, ഇപ്പോൾ ഇത് ട്രാപ്പിൽ 6 കൂടെ വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ്. റെയിൽവേ വിൽ പേ ദ ടാക്സ്, നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ലയബിലിറ്റിയിൽ ഒരിക്കലും വരില്ല, ഫോർവേഡ് ചാർജിലും വരില്ല, റിവേഴ്സ് ചാർജും വരില്ല. ബിക്കോസ് ഓൾറെഡി റെയിൽവേ 15 ലക്ഷം ബില്ല് ചെയ്യുമ്പോൾ പ്ലസ് ഒന്നുകൂടി ഉണ്ടാവും GST. നമ്മുടെ ലയബിലിറ്റിയിൽ ഒരിക്കലും വരില്ല. ഓക്കെ. യെസ്. ഇനി ഈ ഇൻഫർമേഷൻസ് തന്നിരിക്കുന്നത് വെച്ചു. സാഡ് ലിമിറ്റഡ് റിസീവ്ഡ് GTA സർവീസസ് ഫ്രം ഗതി ലിമിറ്റഡ് 20,000. അവർ ഓൾറെഡി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ഉണ്ട്. എൻ്റെ അർത്ഥം അവർ ഓൾറെഡി ഓപ്ഷൻ ടു പേ ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ചാർജിൽ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അത് RCMൽ വേണമെങ്കിൽ നില്ല് കാണിക്കാൻ വേണ്ടി നോട്ട് എഴുതിയാലും മതി. റിവേഴ്സ് ചാർജ് ഇസ് നോട്ട് അപ്ലിക്കബിൾ സിൻസ് GTA ഇസ് പേയിങ് ടാക്സ് അണ്ടർ ഫോർവേഡ് ചാർജ്. ക്ലിയർ ആയോ? ദീപക് എന്നുള്ള വ്യക്തിയില്ലേ, അതായത് സ്പോൺസർഷിപ്പ് റിസീവ് ചെയ്യുന്ന വ്യക്തി, അയാളുടെ പ്രീവിയസ് ആയിട്ടാണോ രജിസ്ട്രേഷൻ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾക്ക് RCMA വരില്ല. കാരണം ദീപക് ഇസ് നോട്ട് എ ബോഡി കോർപ്പറേറ്റ് ഓർ എ പാർട്ണർഷിപ്പ് ഫേം. ദീപക് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ കമോൺ RCM വരും. ടേൺ ഓവറും റിലവൻ്റ് അല്ല, കറണ്ട് രജിസ്റ്റേർഡ് ആണെന്ന് റിലവൻ്റ് അല്ല. ക്ലിയർ ആയോ? സോ ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവുക. എക്സാമ്പിൾ വെച്ചുള്ളത് ഇതിൽ ഏതെങ്കിലും 1-2 അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും മെയിൻ ക്വസ്റ്റ്യൻ വരിക. റിവേഴ്സ് ചാർജ് അപ്പോൾ എന്തായാലും എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഞാൻ എക്സാമിന് എങ്ങനെ പ്രസൻറ്റ് വെച്ചാൽ ആദ്യം ഒരു ടേബിൾ ഇല്ലേ, നമ്മൾ ഫോർവേഡ് ചാർജ് ആൻഡ് റിവേഴ്സ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോർവേഡ് ചാർജിൻ്റെ കാര്യം ഫുൾ എഴുതാം.
വെച്ചോക്ക് ഫസ്റ്റ് വൺ കണ്ടോ, ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഇത് പറയുന്നില്ല, ഇതൊന്ന് വായിച്ചു പോയാൽ മതി. കണ്ടോ, ഓക്കെ. ബിസിനസ് ഫെസിലിറ്റേറ്റർ റൂറൽ ഏരിയ ആണെങ്കിൽ എക്സെപ്ഷൻ ക്യാൻ ബി ക്ലെയിംഡ്. റിക്കവറി ഏജൻറ്റ് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് ആണ്. സ്പോൺസർഷിപ്പും ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് ആണ്, കാരണം ബോഡി കോർപ്പറേറ്റ് ഓർ ഫേം അല്ല. ഓക്കെ. ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ് ഇൻഡിവിജ്വൽ DSA അല്ലാത്തതുകൊണ്ട് വീണ്ടും ഫോർവേഡ് ചാർജ് വരും. സോ ടോട്ടൽ ടാക്സബിൾ വാല്യൂ അണ്ടർ ഫോർവേഡ് ചാർജസ് 4,80,000. ഓക്കെ ഫൈൻ. പിന്നെ റിവേഴ്സ് ചാർജ് വരുന്നതിന് സെപ്പറേറ്റ് ആയിട്ടില്ലേ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ലീഗൽ സർവീസ്, അഡ്വക്കേറ്റ് സർവീസസിൻ്റെ ലീഗൽ സർവീസിന് RCM അടയ്ക്കേണ്ടി വരും. പിന്നെതാ റെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അഡീഷണൽ പോയിന്റിൽ ഇതിപ്പോൾ ഞാൻ ITC ചാപ്റ്ററിൽ പറയുമ്പോൾ എടുക്കാം. ഓക്കെ, റിവേഴ്സ് ചാർജിൽ അടയ്ക്കാനുള്ള പൈസ ഇല്ലേ 2,30,000 ആരടയ്ക്കണം? സാം ലിമിറ്റഡ് അടയ്ക്കില്ലേ? ഈ അടച്ച ടാക്സ് ഇല്ലേ 2,30,000 10% ടാക്സ് വെച്ചു, എക്സാമ്പിൾ 23,000. ഈ ടാക്സ് അടച്ചത് ITC കിട്ടും. അപ്പോൾ ആദ്യം ഈ റിവേഴ്സ് ചാർജിന് പൈസ ഇല്ലേ 23,000 വെച്ചുള്ളൂ ടാക്സ്. ദാറ്റ് മണി ഷുഡ് ബി പെയ്ഡ് ത്രൂ ക്യാഷ് ലെജറിലേ. ഗവൺമെൻറ് ടാക്സ് അടയ്ക്കണം. അടച്ച ശേഷം നിങ്ങൾക്ക് ITC കിട്ടും. ടേബിൾ 2 നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്ലെയിമില്ലേ അതിലെടുക്കുകയും ചെയ്യും. ആ ഏരിയ നമ്മൾ ITCയുടെ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ റിവേഴ്സ് ചാർജിൻ്റെ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സാമിന് നമ്മൾ 4 to 5 മാർക്സ് വരുന്ന ഏരിയ ആണ്. സോ തറവായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.